തലേ ദിവസം കൂത്ത് വെച്ച കടല കുറച്ച് സോഡാപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് വേവിക്കാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ക്യാബേജ്, കുക്കുംബർ, ക്യാരറ്റ്, മാങ്ങ, തക്കാളി, പിന്നെ എന്തിനായിരുന്നു കറിവേപ്പില, മല്ലിയില, കുറച്ച് സവാള, ഇത്രയും കൂടി അരിഞ്ഞു വെക്കുക. എന്നിട്ട് നേരെ വേവിച്ച് വെച്ച കടല ഉണ്ടല്ലോ ചട്ടി വെക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ചട്ടിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കുക. കടലയാണെങ്കിൽ ഓവർ കുക്ക് ആവേണ്ട, ഒന്ന് കടിച്ചാൽ കിട്ടുന്ന ടൈപ്പ് ആവണം. എന്നിട്ട് വേണ്ടുന്ന വെജിറ്റബിൾസ് എല്ലാം അങ്ങോട്ടേക്ക് ആഡ് ചെയ്യുക. വേണ്ടുന്നതെല്ലാം ഞാൻ പറഞ്ഞ വെജിറ്റബിൾസ് മാത്രമേ ആഡ് ചെയ്യാവൂ, എന്നാലേ ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പോൾ തീ കുറച്ച് വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് വേണ്ടി നമുക്ക് വേണ്ടുന്ന മസാലക്കൂട്ടെല്ലാം ഇട്ട് കൊടുക്കാം. ഉപ്പാണ് കേട്ടോ ആദ്യം ഇടേണ്ടത്. എന്നിട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇത്രയും മാത്രം മതി, എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് ഇളക്കുക. എന്നിട്ടുണ്ടല്ലോ കുറച്ച് സവാളയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പ്ലേറ്റ് എടുക്കുക, എല്ലാം കൂടി കോരി ഇടുക. എന്നിട്ട് കുറച്ച് സോസും കൂടി ഒഴിച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കാം. ഇവിടെ സോസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അല്ലാതെ തന്നെ ഒറ്റയടിക്ക് തിന്നു തീർത്തു. ഇവിടുത്തെ ഗർഭിണി പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ തന്നെ മുക്കാഭാഗവും കഴിച്ചു. അപ്പോൾ ഇവിടുത്തെ കുട്ടി താത്ത വരെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പർ സാധനമാണ് കേട്ടോ. ഇവിടെ കാലിയായിട്ടുണ്ട്.